ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോവിഡിന് മുൻപും ശേഷവും എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ്. ഇത് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. അതിലവർ പല കമൻറ്റ്സ്, അതായത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇടാറുണ്ട്, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇടാറുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട്. ഇപ്പം മൂവി റിവ്യൂസ് ആയാലും ഞാൻ ചെയ്യുന്ന സോഷ്യൽ റിലവൻസ് അതായത് സ്റ്റോറി ആയാലും ഒക്കെ അവർ കമൻറ്റ്സ് ഇടാറുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അവർ കുറച്ച് ആളുകൾ, കുറച്ച് ഫ്രണ്ട്സ് വിദേശത്തായിരുന്നു. അപ്പോൾ ഞാനൊരു പ്രവാസിയാണ്. ഞാൻ കുറച്ച് കാലം പുറത്തായിരുന്നു. അപ്പോൾ അവർ കുറേ അനുഭവങ്ങൾ തന്നെ പറയും. അപ്പോൾ അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ പോയി പറയാറുണ്ട്. അവർ കണ്ട കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അതായത് കോവിഡിന് ശേഷം അവർ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ കുറച്ച് ആളുകളെ പറ്റി അവർ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ടോപ്പിക് വെച്ച് സംഭവം ചെയ്യും. അപ്പോൾ ഞാൻ പറയും, എന്നെപ്പറ്റി ഞാൻ പറഞ്ഞത് ബോറായി പോകുമല്ലോ. അപ്പോൾ എന്നെപ്പറ്റി പറയണ്ട എനിക്ക് അനുഭവമുള്ള കുറച്ച് ആളുകൾ, അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് ആളുകൾ, വ്യക്തികളുണ്ട്, പേരൊന്നും പറയുന്നില്ല ആരുടെ. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളെ കുറച്ച് ഡിസ്കസ് ചെയ്യണം. അതായത് നമ്മൾ വിദേശത്തുള്ള ടൈമിൽ ഇപ്പോൾ നമുക്കൊരുപാട് സുഹൃത്ത് ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ നമ്മളെ ബോസ്മാരായാലും അതുപോലെ നമ്മുടെ കൊളീഗ്സ് ആയാലും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് കിട്ടുമല്ലോ. ഇവിടെ തന്നെ നമ്മൾ മലയാളികളാണല്ലോ, ഇവിടെ പോയി എന്തായാലും ഒരു ഫ്രണ്ട്സ് സർക്കിൾ എന്തായാലും ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് ഉള്ള അവരുടെ ആറ്റിറ്റ്യൂഡും ഈ കോവിഡിന് ശേഷമാണ് എല്ലാവർക്കും അറിയാം പല ജോലി ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ പറയാൻ വന്ന ടോപ്പിക് തന്നെയാണ്. അതായത് കോവിഡിന് ശേഷം പല ആളുകളുടെയും വിദേശത്തിൽ പല ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ട് അവർ നാട്ടിലേക്ക് തിരിച്ച് വന്ന് പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി, നാട്ടിൽ നിൽക്കുന്ന അവസ്ഥയായി പോയി. അപ്പോൾ ആ സമയത്ത് അവർ ഇപ്പോൾ അവിടെയുള്ള വിദേശത്തുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് ആരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവർക്കും പലപ്പം കേൾക്കുന്നതാണ്. അതായത് സാമ്പത്തിക സഹായം നമ്മൾ ആരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർ തരും, ഇല്ലയെന്ന് പറയുന്നില്ല. ചില ആളുകൾ തരില്ല, ചില ആളുകൾ തരും. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അവർ ആ ജോലി വെച്ചിട്ട് തരുന്ന ആളുകളുണ്ട്. പിന്നെ അതൊന്നും നോക്കാതെ തന്നെ മനുഷ്യത്തോടെ തരുന്ന ആളുകളുണ്ട്, രണ്ടാളുകളുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ്. ഇതെന്താ പറയുക, നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുമ്പം നമുക്ക് കുറേ പ്രോമിസുകൾ തരും, പല ആളുകളും തരാറുണ്ട്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എന്നോട് ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ വേറെ കുറച്ച് അവരുടെ അനുഭവങ്ങളുണ്ട്, അവരുടെ മറ്റുള്ള ആളുകളുടെ കുറച്ച് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പല പ്രോമിസ് പല ആളുകളും ചെയ്യും. അപ്പം എന്നോട് വേറൊരു ഫ്രണ്ട് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, വിദേശത്തുള്ള ആളാണ്, ഞാൻ എവിടെ നിന്ന് പറയുന്നില്ല, കൺട്രി ഏതാ പറയുന്നില്ല. അപ്പം പറഞ്ഞ വെച്ചാൽ അവൻ്റെ സുഹൃത്ത് അവിടെ ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെയുള്ള ടൈമിൽ അവരൊരു 6 വർഷം ഒരു മുറിയിലാണ് താമസിച്ചത്. എല്ലാ സംഭവം ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അവനവിടെ തന്നെ നിന്നു. മറ്റേ ആൾ കോവിഡിന് ശേഷം അവർക്ക് നാട്ടിൽ വരേണ്ട ഒരു സിറ്റുവേഷനായി. അപ്പോൾ നാട്ടിലെത്തി കഴിഞ്ഞ് അവനക്കൊരു കോവിഡ് കുറച്ച് കഴിഞ്ഞ ശേഷം അവനൊരു സഹായത്തിന് വേണ്ടി മറ്റെന്തോ അവൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞോണ്ട് എൻ്റെ എത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര മറ്റേ ഈ വിദേശത്തുള്ള ആൾ ഭയങ്കര മോശം സംസാരിച്ചു, എൻ്റെ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ്. ഇതേ ആൾ ഒരു 2 months കഴിഞ്ഞപ്പോൾ ഉണ്ട് അയാൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഫോട്ടോ സ്റ്റാറ്റസ് കാണുന്നു. അപ്പോൾ അവനൊന്നും പിന്നെ ചോദിക്കാൻ പോയില്ല. കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവനക്ക് വേറൊരു ആവശ്യം വീണ്ടും ഇതുപോലെ തന്നെ ചോദിച്ചു, അവൻ്റെ ആവശ്യം ചോദിച്ചു. പക്ഷേ അവന് മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മൾ ഇതാക്കാൻ പോയിട്ടില്ല, ബോധറിയാൻ പോയിട്ടില്ല. അപ്പോഴും അവന് ഇതേ സെയിം ഡയലോഗ് അവനടിച്ചു. എന്നിട്ട് നടന്നതെന്താ വെച്ചാൽ സെയിം ഇതേ അവസ്ഥ. അവന് കുറച്ച് സമയപ്പം അവൻ നേരെ വേറൊരു വിദേശ ട്രിപ്പ് ഫ്രണ്ടപ്പുറം പോയി. പക്ഷേ എന്താ അറിയുമോ, ചില ആളുകൾക്ക് കണ്ട്, ചില ആളുകൾ നമ്മൾ ക്യാഷ് കൊണ്ട് നടക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. ചില ആളുകൾ ക്യാഷ് കൊണ്ട് നടക്കാത്ത കുറേ ആളുകളുണ്ട്. അങ്ങനത്തെ ഞാനതിന് പറയുന്നതാണ്. അത് ക്യാഷ് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, നടക്കാത്ത ആളുകളുണ്ട്. പക്ഷേ നടക്കാത്ത ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ക്യാഷ് മാത്രമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അവന് എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങൾ അതാണ്. ഇപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവന് പറഞ്ഞ വെച്ചാൽ അവന് ഈ പല ആളുകളും ഇപ്പോൾ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തല്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 100-ൽ 90% ആളുകളും മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. 100-ലൊരു 30-40% അല്ലെങ്കിൽ ഒരു 50% ആളുകൾ മോശക്കാരായിരിക്കും, ബാക്കി 50% നല്ലവരായിരിക്കും. നല്ലപോലെ തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അതൊക്കെ സത്യത്തിൽ നമ്മളിപ്പോൾ ഈ കോവിഡ് സത്യത്തിൽ വലിയൊരു പാഠമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്കെല്ലാവരും മറ്റുള്ള പല ആളുകളും മനസ്സിലാക്കാൻ പറ്റും. അതുവരെയുള്ള നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറിയ ചേഞ്ച് ആയി. ഇപ്പോൾ നാട്ടിലെത്തിയ എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടിലെത്തിയ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നാട്ടിൽ നമ്മൾ വിദേശത്ത് നമ്മൾ ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും വളരെ തുച്ഛമായ സാലറിയും പലർക്കും കിട്ടും. അതിപ്പം
അപ്പോൾ അവനും പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വേറൊരു ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വ്യക്തികൾ. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. അതാണ് അതിൽ നമ്മളിപ്പോൾ ഈ കോവിഡ് പറഞ്ഞ സംഭവം സത്യത്തിൽ വലിയൊരു ഇതാണ്. പല ആളുകൾക്കും അനുഗ്രഹം എന്ന് പറയാൻ, ചില ആളുകൾക്ക് അത് ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ. മൊത്തം അതുവരെയുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറിയിട്ടുണ്ടാവും. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ മാറിയ ആളുകൾ ഒന്നും അടിച്ചു പൊളിക്കുക ഒന്നുമല്ല. അവർ വിദേശത്ത് പോയി അവരോട് നല്ലപോലെ ജോലി ചെയ്തു. അവർ വീട്ടിലേക്ക് അവർക്ക് അവരുടെ മറ്റു പല ആവശ്യങ്ങൾക്കുള്ള ക്യാഷിങ് അവരൊക്കെ അവരൊക്കെ സെറ്റായി നിൽക്കുകയായിരുന്നു. പക്ഷേ കോവിഡ് വന്നതിന് ശേഷം അവർക്ക് പിന്നെ അവരാ സാലറിയും കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം അവരുടെ ലൈഫിൽ പോയി. ഒരു നാട്ടിലെത്തിയുള്ള അവസ്ഥയിലെടുക്കും അറിയാലോ. ഒരു 1-2 വർഷം എല്ലാവരും ജോലിയും കാര്യങ്ങളും ഇതായി നിൽക്കുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അതുപോലെ വന്നത്. പിന്നെ ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പം അവിടെ തന്നെ നിൽക്കണം അധികം ആൾക്കാർ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഇല്ലാത്തവർ ഷെയർ ചെയ്യേണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.